ചില ഡ്രസ്സിനെ പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുകയാണ്, സ്നാപകയോനന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു, ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്വർഗരാജ്യം വെറുതെ ഒരു ഈസി ഗോയിങ് ആയിട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് നേടാവുന്ന ഒരു കാര്യമല്ല സ്വർഗരാജ്യം എന്ന് ഈശോ കൃത്യമായിട്ട് പറയുകയാണ്. സ്നാപകയോനന്റെ നാൾ മുതൽ ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വചനം വായിക്കുന്ന ഈ വചനം കേൾക്കുന്ന ഇന്നത്തെ ദിവസം വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാണ്. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് പിടിച്ചടക്കാനായിട്ട് സാധിക്കില്ല, മറിച്ച് കുറച്ചൊക്കെ ഒരു ബലപ്രയോഗം അതിനാവശ്യമാണെന്ന് പറയുകയാണ്. നമ്മുടെ ശരീരത്തെ, ആത്മാവിനെ നിയന്ത്രിക്കേണ്ടത് അതിൻ്റെ ഒരു ആവശ്യകതയാണ് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ പറയുകയാണ്, നമ്മളിപ്പോ ഒരു നോമ്പ് കാലത്തിലാണല്ലോ, ക്രിസ്തുമസിന് ഒരുക്കമായിട്ടുള്ള ചെറിയൊരു നോമ്പ് കാലത്താണ് നമ്മളെല്ലാവരും. ഈ നോമ്പ് കാലത്തിൽ പ്രത്യേകിച്ച് ചില ബലപ്രയോഗങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ചില ഏറ്റവും ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളെ, ചില ഭക്ഷണ പദാർത്ഥങ്ങളെ, അല്ലെങ്കിൽ മറ്റു ചില പ്രോഗ്രാമുകളെ, അല്ലെങ്കിൽ മറ്റു ചില വസ്തുക്കളെയൊക്കെ നമ്മൾ വേണ്ട എന്ന് വെക്കുന്നുണ്ട്. ഇങ്ങനെ വേണ്ട എന്ന് വെക്കാനായിട്ട് ഒരു ബലപ്രയോഗം ആവശ്യമാണ്, അല്ലെ? നമ്മൾ ദൈവത്തിന് വേണ്ടി, അല്ലെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി മറ്റു ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുമ്പോൾ അതിലൊരു ചെറിയൊരു ബലപ്രയോഗമുണ്ട്. അതാണ് ഈശോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ബലപ്രയോഗത്തിന് വിധേയമാണ് എന്ന വചനത്തിലൂടെ ഈശോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്നത്തെ വചന ഭാഗം വായിച്ച് ചെയ്യുമ്പോൾ സ്വർഗരാജ്യത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബലപ്രയോഗങ്ങൾ നടത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ദൈവത്തിനോടുള്ള സ്നേഹത്തെ പ്രതി മറ്റു ചില കാര്യങ്ങളൊക്കെ ബലപ്രയോഗത്തിലൂടെ വേണ്ട എന്ന് വെച്ച് ആ സ്വർഗരാജ്യം സ്വന്തമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.